നെല്ല് കുത്തു മെഷീൻ വന്നപ്പോൾ, കല്ലുവെട്ട് മെഷീൻ വന്നപ്പോൾ, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ വന്നപ്പോൾ, ട്രാക്ടർ വന്നപ്പോൾ, കമ്പ്യൂട്ടർ വന്നപ്പോൾ, AT ഒക്കെ വന്നപ്പോൾ എതിർക്കല്ലേ ചെയ്തത്. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളതൊക്കെ കൊണ്ടുവന്നതെന്ന. മാത്രമല്ല എന്നോട് ആരും കോളേജിലൊക്കെ ചെന്നപ്പോൾ നിങ്ങൾക്കെതിരെ മെസ്സിയാണല്ലോ എന്ന് പറഞ്ഞു മത്സരിക്കണത്. മെസ്സിനെ കൊണ്ടുവരല്ലേ വേണ്ടത്, നമുക്കിവിടെ മെസ്സിമാരെ വളർത്തണം. മലപ്പുറം ജില്ലയിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് തിരൂർ. തിരൂർ പൊതുവെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്. എന്നാൽ ഇത്തവണ താനൂരിൽ നിന്ന് മാറി മന്ത്രി വി അബ്ദുറഹ്മാൻ LDF സ്ഥാനാർത്ഥിയെ വരികയും ചെയ്തു. ഇത്തവണ UDF സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിക്കുന്നത് സിറ്റിംഗ് MLA കൂടിയായ കുറുക്കോളി മൊയ്തീനാണ്. അപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ മറ്റു കാര്യങ്ങളെല്ലാം അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ്. അങ്ങേ പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസവും അങ്ങയെക്കുറിച്ചുള്ളൊരു പ്രസംഗം മുൻ MP ഹരിദാസേട്ടൻ പറയുന്നൊരു പ്രസംഗം കേട്ടു. അങ്ങയുടെ വസ്ത്രം പോലെ പരിശുദ്ധമാണ്, ശുഭ്ര ഒരു മനസ്സാണ് താങ്കളുടേത്. അതൊരു മലയാളി സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മളൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. കള്ളിക്കുപ്പായിട്ടവരും പുള്ളിക്കുപ്പായിട്ടവരും ഒക്കെ ഉണ്ടാവും. മനസ്സെല്ലായിടത്തും ശുദ്ധമാണ്. ഞാനിവിടുത്തെ എൻ്റെ കൂട്ടുകാരെ ഇടയിലാണ് ഞാൻ വളർന്നു വന്നത്. അത് സഹജമായി എല്ലാവരിൽ നിന്നും കിട്ടിയ സ്വഭാവവും പെരുമാറ്റ രീതികളൊക്കെയാണ് എനിക്കുള്ളത്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് എനിക്കറിയില്ല, ആളുകളെങ്ങനെ വിലയിരുത്തുന്നത് എനിക്കറിയില്ല. അല്ലേ? അല്ല, തിരൂര് ഇത്തവണ മത്സരം കുറച്ചുകൂടി ശക്തമാണ്. സാധാരണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെയാണ് പൊതുവെ തിരൂര് ഉണ്ടാവാറുള്ളത്. ഇത്തവണ അത് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ നേരിട്ട് തിരൂര് മത്സരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. 2 തിരൂരുകാരാണ് ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2 തിരൂർക്കാർ തമ്മിലാണ് ഇടപെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിയുടെ അവരെ CPMൻ്റെ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പുതുമയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരൂർക്കാർ തന്നെയാണ്. ചിലപ്പം ഈ എതിർ സ്ഥാനാർത്ഥിയുടെ പണത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ചെറിയ പണക്കാരനെ മാറ്റി വലിയ പണക്കാരനാക്കിയിട്ടുണ്ടായിരിക്കാം. അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇവിടെ ഈ ഇടതുപക്ഷ മുന്നണിയാണ് UDFനോട് ഏറ്റുമുട്ടുന്നത്. ഇവിടെ എനിക്ക് എൻ്റെ മുന്നണിക്കകത്ത് ഉള്ള പ്രാധാന്യവും അത്ര തന്നെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥിക്കും ഉള്ളൂ. 2 മുന്നണികൾ തമ്മിൽ, 2 ആശയങ്ങൾ, 2 ആദർശങ്ങൾ തമ്മിൽ. ഒന്ന് വികസനം കൊണ്ടുവന്ന വികസനം ആഗ്രഹിക്കുന്ന ഒരു മുന്നണി, മറ്റൊന്ന് വികസന വിരോധികളായിട്ടുള്ള ഒരു വിഭാഗം. നമുക്കറിയാലോ കഴിഞ്ഞ കാലങ്ങളൊക്കെയുള്ള പുരോഗമനത്തിന് തടസ്സം നിന്ന പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നെല്ല് കുത്തു മെഷീൻ വന്നപ്പോൾ, കല്ലുവെട്ട് മെഷീൻ വന്നപ്പോൾ, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ വന്നപ്പോൾ, ട്രാക്ടർ വന്നപ്പോൾ, കമ്പ്യൂട്ടർ വന്നപ്പോൾ സ്വീകരിച്ച നയം എന്താ നിങ്ങൾ പരിശോധിച്ച് നോക്കി. AT ഒക്കെ വന്നപ്പോൾ എതിർക്കല്ലേ ചെയ്തത്. പിന്നെ അവർ തന്നെ അതൊക്കെ ക്വാരീൻ്റെ ആളുകളാക്കി. പിന്നെ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളതൊക്കെ കൊണ്ടുവന്നതെന്നാ. എതിർത്തവർ ഞങ്ങളതൊക്കെ കൊണ്ടുവന്നതെന്നില്ല. ജനങ്ങളുടെ ഇത്തരം വിഡ്ഢികളാക്കുന്ന ഒരു മുന്നണി. അപ്പോൾ അതുകൊണ്ട് ആ പുരോഗതിയെ എന്നും എതിർത്തുള്ള ഒരു വിഭാഗം, വികസനങ്ങൾക്കെന്നും തടസ്സം നിൽക്കുന്ന ഒരു വിഭാഗം ആണ് മറുഭാഗത്തുള്ളത്. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. UDF പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് തൊട്ടപ്പുറത്ത് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അത് കൊണ്ടുവരാത്ത ഒരാളാണ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ആ ഒരു ആരോപണമാണോ അങ്ങേക്കുമുള്ളത്? എന്നോട് കേരളമാകെ ചർച്ച ചെയ്യുന്ന, ലോക മലയാളികൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണത്. മാത്രമല്ല എന്നോട് ആരും കോളേജിലൊക്കെ ചെന്നപ്പോൾ നിങ്ങൾക്കെതിരെ മെസ്സിയാണല്ലോ എന്ന് പറഞ്ഞു മത്സരിക്കുന്ന ആൾ പറ്റി ഒരു പറഞ്ഞത് തമാശക്ക് പറയുന്ന കുട്ടികൾ മെസ്സി പോലും തിരൂരിൽ പ്രചരണ വിഷയമാണ്. പ്രചരണ വിഷയമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോമാളിയായിട്ട് പറഞ്ഞതാണ്, മെസ്സി നിങ്ങളെ എതിരായിക്കണല്ലോ, മെസ്സി നിങ്ങളും കൂടെ മത്സരം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ മെസ്സിയെ ഉണ്ടാക്കണം. നമുക്ക് ഇവിടെയുള്ള മെസ്സിനെ കൊണ്ടുവരല്ലേ വേണ്ടത്, നമുക്കിവിടെ മെസ്സിമാരെ വളർത്തണം. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അതാണ്. നമ്മുടെ കുട്ടികളെ പ്രതിഭാശാലികളായിട്ടുള്ള നല്ല കായിക രംഗത്ത് വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. ചെറിയ പ്രോത്സാഹനം അവർക്ക് കൊടുത്താൽ അവരെ വളർത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നാളത്തെ ഭാവിയിൽ പ്രഗത്ഭന്മാരായ മെസ്സിമാർ കേരളത്തിലുണ്ടാവും. അതുണ്ടാക്കിയതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ഇനിയിപ്പോൾ ഞാൻ UDF പ്രവർത്തകർ പറഞ്ഞു LDF പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, താനൂർ കുറേ വികസനം വി അബ്ദുറഹ്മാൻ കൊണ്ടുവന്നിരുന്നു, ഇവിടെ കുറുക്കോളി സാഹിബ് അത് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായിരിക്കും അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ കാരണം? താനൂർ മീൻ പിടിക്കാൻ പോകുന്ന 2 ബോട്ട് കൂട്ടിക്കെട്ടി അതിനെ ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാക്കി ഒരു വലിയ ജനക്കൂട്ടത്തെ അതിൽ കയറ്റി എത്രമാത്രം ആളുകളെയാണ് അതിൻ്റെ പേരിൽ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 11 ആളുകൾ മരിച്ചൊരു കുടുംബത്തിൽ ഞാൻ പോയി. 11 ആളുകൾ. അവരുടെ വികസനത്തിൻ്റെ സ്വഭാവം ഇതാണ്. കള്ളത്തരത്തിൽ മതിയായ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. എന്തെങ്കിലും കൊടുത്ത് സുഖിപ്പിക്കല്ലോ വേണ്ടത്, ആവശ്യമുള്ള അവരുടെ നഷ്ടം നികത്തി കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് അവിടെ കുറേ വികസനം വന്നിട്ടുണ്ടെങ്കിൽ ആരും, ഞങ്ങൾക്ക് സ്വഭാവം അതാണ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിലേക്കാണ് ഞങ്ങൾ പോകാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വികസനം കൊടുത്തെങ്കിൽ അവിടെയല്ല മത്സരിക്കുക. ഒരാളും അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥി അല്ലാതെയായി എന്നതിൻ്റെ പേരിൽ കണ്ണീര് പൊഴിക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. താനൂർ പിന്നെ അവിടെ തന്നെ നിങ്ങൾ വന്നിട്ട് ചില പദ്ധതികളൊക്കെ അബ്ദുറഹ്മാൻ രണ്ടത്താണ്ടി കൊണ്ടുവന്ന പദ്ധതി പൂർത്തിയാകാതെ കിടക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ പേര് പറഞ്ഞു തരാം,
അവരെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളെ കൂട്ടിയിട്ട് ഇടതുപക്ഷ നേതാക്കന്മാരെ കൂട്ടിയിട്ട് അവിടെ ചെല്ലുക, എന്നിട്ട് അവർ തീരുമാനം എടുക്കട്ടെ. ഞാൻ ചെറിയമുണ്ടത്തുള്ള ജലസംഭരണി ഉൾപ്പെടെയുള്ളത് ഉദാഹരണത്തിന് പറയുകയാണ്. ഇത്തവണ UDF സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും അങ്ങനെ ആ ഒരു പ്രതീക്ഷ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ, UDF സർക്കാർ വരികയാണെങ്കിൽ തിരൂര് എങ്ങനെയായിരിക്കും മാറുക? പ്രതീക്ഷയല്ല, ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ദുരിതമൊന്നും മാറണം ഇത് ജനങ്ങൾ തീരുമാനിച്ചു. വിലക്കയറ്റം, ആശുപത്രിയിലെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ മരുന്ന് പോലും ഇല്ലാത്ത സാഹചര്യം, കത്രികൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ഓപ്പറേഷൻ രംഗത്ത് കത്രികൾ വയറ്റിൽ നിക്ഷേപിക്കുന്ന ഒരു ഭരണകൂടം. ഞാൻ പറഞ്ഞാൽ ഒരു അങ്കണവാടി പോലും നൽകാൻ പുതുതായി അനുവദിക്കാൻ സംസ്ഥാനത്ത് 10 കൊല്ലം ഭരിച്ചിട്ട് കഴിഞ്ഞിട്ടില്ലാത്ത ആളുകൾ. ഇങ്ങനെയുള്ള ഒരു സർക്കാരിനെ, ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ച സർക്കാരിനെ മാറ്റി ജനങ്ങൾ UDFനെ അവരോധിക്കാൻ പോവുകയാണ്. UDFനെ ഗവൺമെൻറ് വരുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഞാൻ ഓർക്കാൻ പറയുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും, ആവർത്തനമായിരിക്കും കേരളത്തിലും ഒപ്പം തിരൂരിലും വരിക. എന്നാലും താങ്കളുടെ പ്രതീക്ഷകൾ സഫലമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് കുറുക്കോളി മൊയ്തീൻ MLA. അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ്. ഇത്തവണ മന്ത്രി V. അബ്ദുറഹ്മാൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. കഴിഞ്ഞ തവണയും തിരൂർക്കാർ തമ്മിൽ തന്നെയാണ് പോരാട്ടമുണ്ടായത്. ഇവിടെ ശക്തമായ വികസനം ഇനിയും കൊണ്ടുവരാൻ പറ്റും എന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.